ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം. 5-6 ഉലുവ മതി. ഇതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേനും ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള മതിയായിരിക്കും, അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു തക്കാളിപ്പഴം നീളത്തിൽ അരിഞ്ഞത്, ഒരു ഇടത്തരം തക്കാളിപ്പഴം മതി, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിപ്പഴവും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് വഴനാനായിട്ട് 2 മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അത് വരണ്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇതൊരു ഓവർനൈറ്റ് കുതിർത്തതാണ്, വൈകിട്ട് ഇട്ടിട്ട് രാവിലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെയും, അതിനുശേഷം 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3-4 വിസിൽ വരെയും വേവിച്ചാൽ മതിയാവും. നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.